വെൽക്കം ബാക്ക് ടു ലേണിനോ. കേരള വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള സിലബസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ആ സിലബസ് എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ 6 പാർട്ട് ആയിട്ടാണ് നമ്മളുടെ ഇപ്രാവശ്യം സിലബസ് വന്നിട്ടുള്ളത്. അതിൽ ഓരോന്നിലും കൃത്യമായി ഓരോ പാർട്ടിലും എത്ര മാർക്കാണെന്നുള്ളതും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് MLT ആണ്. MLTയില് 50 മാർക്സും ഈ പാർട്ട് 1ൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ 100 മാർക്കിന്റെ പേപ്പറിൽ 50 മാർക്കും നമുക്ക് MLTയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് നമുക്ക് മോഡ്യൂൾസ് തിരിച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ വരുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. അപ്പൊ ബേസിക് ലബോറട്ടറി ടെക്നിക്സിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സ് കൃത്യമായി നോക്കുക. ആ ഓരോ ടോപ്പിക്സും കൃത്യമായി പഠിക്കണം. 10 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂൾ വരുന്നത് മോഡ്യൂൾ 2 13 മാർക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമി ആണ് ഫസ്റ്റ് ഇതിൽ വരുന്ന അതില് 10 മാർക്സ്. ഹിമറ്റോളജി ആണ് പിന്നെ വരുന്ന ഒരു ടോപ്പിക് വരുന്നത്. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ഒരു ടോപ്പിക്കും കൂടെ ഈ മോഡ്യൂളിൽ വരും. ഓക്കെ, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹിമറ്റോളജി അത് 3 മാർക്സിന്. അപ്പൊ അതില് ബ്ലഡ് ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വരും. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡ്യൂളാണ് 13 മാർക്സ് വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ 3 ക്ലിനിക്കൽ പെത്തോളജി 5 മാർക്ക്, ബയോ കെമിസ്ട്രി 10 മാർക്ക്. അതായത് ടോട്ടൽ 15 മാർക്സിനാണ് മോഡ്യൂൾ 3 വരുന്നത്. അതിൽ ക്ലിനിക്കൽ പെത്തോളജി 5 മാർക്കിനും ബയോ കെമിസ്ട്രി അതിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതെല്ലാം വരും 10 മാർക്ക്. ബയോ കെമിസ്ട്രിക്ക് രണ്ടും കൂടെ ചേർന്ന് 15 മാർക്കാണ് മോഡ്യൂൾ 3 വരുന്നത്. പിന്നെ അതിൽ കുറച്ച് ടോപ്പിക്സും കൂടെ അതുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്ററും ബയോ കെമിസ്ട്രിയിലെ ഓട്ടോമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതും കൂടെ ആ മോഡ്യൂളിൽ പഠിക്കണം. നെക്സ്റ്റ് മോഡ്യൂൾ 4 ആണ്. 12 മാർക്സിനാണ് മോഡ്യൂൾ 4 വരുന്നത്. അതിൽ മൈക്രോബയോളജി 5 മാർക്കാണ്. അതിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സും ബാക്ടീരിയ ഐഡന്റിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നുണ്ട്. മൈക്രോബയോളജി 5 മാർക്ക്. പിന്നെ പാരസൈറ്റോളജി 2 മാർക്ക്. അതിൽ ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് മലേറിയ, ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫിലാരിയാസിസ്, പിന്നെ ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോ ടെക്നോളജി 5 മാർക്കിനാണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മൾ പാർട്ട് 1ല് MLTയിൽ വരുന്ന ടോപ്പിക്സ്. 50 മാർക്സിന് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. 50 മാർക്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരുന്ന പാർട്ട് നോക്കാം. അതിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. പാർട്ട് 2 ഫിസിക്സ് ആണ്. 15 മാർക്സിനാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ +1നും +2നും ഫിസിക്സിൽ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡഡ് ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അപ്പൊ അതിൽ വീണ്ടും മോഡ്യൂൾ വൈസ് തിരിച്ചിട്ടുണ്ട്. മോഡ്യൂൾ 1 അതിൽ ഓരോന്നിനും വെയിറ്റേജ് 4 മാർക്കിന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, കൈനമാറ്റിക്സ്, ഡയനാമിക്സ് അതായത് ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി, പവർ ഒക്കെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. ഓരോന്നും ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മുഴുവനായിട്ടും നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം ഇത്രയും ടോപ്പിക്സ് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത രണ്ടാമത്തെ മോഡ്യൂൾ തിരിച്ചിരിക്കുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. അപ്പൊ മിക്കവാറും ഓരോന്നിൽ നിന്നും ഓരോ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. 3 മാർക്കിനാണ് രണ്ടാമത്തെ മോഡ്യൂൾ. അടുത്ത മോഡ്യൂൾ 3 4 മാർക്ക്. അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് 4 മാർക്ക് ആയിരിക്കും ഇത്രയും പോർഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മോഡ്യൂൾ 4 again 4 മാർക്സിന് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ് അതായത് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, മാറ്റർ, ആറ്റം ആൻഡ് ന്യൂക്ലിയർ, സെമി കണ്ടക്ടർ ഫിസിക്സ് ഇത്രയും ഭാഗത്ത് നിന്ന് 4 മാർക്ക്. വിച്ച് മീൻസ് ഫിസിക്സിൽ നമ്മൾ +1ൽ പഠിക്കുന്ന ടോപ്പിക്സും +2ൽ പഠിക്കുന്ന ടോപ്പിക്സും എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും 15 മാർക്കിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. മൂവിംഗ് ഓൺ ടു പാർട്ട് 3 കെമിസ്ട്രി 14 മാർക്സ് ആണ് ഇവിടെ വരുന്നത്. അതിലും അഗൈൻ മോഡ്യൂൾ വൈസ് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ വരുന്ന ഫിസിക്കൽ കെമിസ്ട്രി ആണ് 4 മാർക്ക്. അതായത് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ്, കെമിസ്ട്രിയുടെ ബേസിക് കോൺസെപ്റ്റ്സും പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇക്വിലിബ്രിയം വരുന്ന ഏരിയാസ് ഒക്കെയാണ് 4 മാർക്കിന് നമുക്ക് വരുന്നത്.
മോഡ്യൂൾ 2 എടുത്തു കഴിഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി ആണ് വരുന്നത്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, ഹൈഡ്രജൻ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഇതൊക്കെയാണ്. അതുപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആപ്ലിക്കേഷൻ എല്ലാം കൂടെ ചേർന്ന് ഇനോർഗാനിക് കെമിസ്ട്രി 5 മാർക്ക്. നെക്സ്റ്റ് വരുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതും 5 മാർക്കിന് തന്നെയാണ് വരുന്നത്. ഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, പോളിമേഴ്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് അടുത്ത മോഡ്യൂളിനും 5 മാർക്ക്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് പാർട്ട് 4, ദാറ്റ് ഈസ് ബോട്ടണി. ബോട്ടണി സുവോളജി രണ്ടും സെഷനും വരുന്നുണ്ട്. ബോട്ടണിയിൽ 7 മാർക്കാണ്. അതിൽ മോഡ്യൂൾ വൈസ് തിരിച്ചിട്ടുണ്ട്. മോഡ്യൂൾ 1 സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ 1 മാർക്ക്. മോഡ്യൂൾ 2 റീപ്രൊഡക്ഷൻ 2 മാർക്ക്. അത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നെക്സ്റ്റ് മോഡ്യൂൾ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതായത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ആനിമൽ ഹസ്ബൻഡറി, പ്ലാന്റ് ബ്രീഡിംഗ്, അതൊക്കെയാണ് അതിൽ വരുന്ന. ടിഷ്യൂ കൾച്ചർ എല്ലാം കൂടെ 1 മാർക്ക്. നെക്സ്റ്റ് ബയോടെക്നോളജി 2 മാർക്ക്. ബയോടെക്നോളജിയും അതിന്റെ പ്രോസസ്സും ആപ്ലിക്കേഷൻസും പഠിക്കണം 2 മാർക്കിനായിട്ട്. അടുത്തത് എക്കോളജി വരുന്നത് 1 മാർക്കാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചെങ്കിലേ നമുക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. എക്കോളജി 1 മാർക്ക്. മൂവിംഗ് ഓൺ ടു പാർട്ട് 5 സുവോളജി 7 മാർക്കാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ ഹ്യൂമൻ ഫിസിയോളജി ആണ്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് 3 മാർക്കാണ് വരുന്നത്. Then neural control and coordination, chemical coordination and integration, human reproduction, reproductive health. ഇത്രയും മോഡ്യൂൾ 1 വരും. മോഡ്യൂൾ 2 ജനറ്റിക്സ് ആണ് വരുന്നത്. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതായത് ഈ ഒരു മോഡ്യൂൾ ജനറ്റിക്സിന് 2 മാർക്സ് ആണ് വരുന്നത്. അതിൽ വരുന്ന ടോപ്പിക്സ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, ദെൻ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഈ രണ്ടും മോഡ്യൂൾ 2. മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞാൽ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് 1 മാർക്കിന്. അടുത്ത മോഡ്യൂൾ ആനിമൽ കിങ്ഡം 1 മാർക്കിന്. സോ ദാറ്റ്സ് ഇസ് സുവോളജിയും കഴിഞ്ഞു. Okay, moving on to part 6 mathematics, sets, relations, functions, factorial of numbers, progression, trigonometry, conic, vector, derivatives and straight line. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് മാത്സിൽ വരുന്നത് 7 മാർക്ക്. സോ ഇത്രയുമാണ് നമുക്ക് സിലബസ് വരുന്നത്. ഇനി എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സി നമുക്ക് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സയൻസ് എടുത്തവർക്ക് ഈ എക്സാം എഴുതാം എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. +1ലെയും +2ലെയും കംപ്ലീറ്റ് സിലബസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സില് ഒരുവിധം എല്ലാ കണ്ടന്റ്സും നമുക്ക് ഈ ഒരു സിലബസിൽ വരുന്നുണ്ട്. അത് മുഴുവനായിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് 50 മാർക്കാണ്. 50 മാർക്കിനുള്ള ചോദ്യമാണ് ഇത്രയും പോർഷനിൽ വരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് MLT ആണ്. അപ്പോ MLT എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുന്നതല്ല. ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. കൃത്യമായ സിലബസ് നോക്കി അതിലുള്ള പോർഷൻസ് നോക്കി മനസ്സിലാക്കി ഈ ഒരു ചെറിയ ഡ്യൂറേഷനിൽ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയാവുന്ന പോർഷൻസ് കൃത്യമായി പഠിച്ച് MCQസിലൂടെ പഠിക്കുക, ചോദ്യങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ഒരു കാര്യം. അത് കൂടാതെ MLTയിൽ നിന്നുള്ളതാണെങ്കിൽ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ട്. അത് കൂടാതെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബ് വഴിയും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് സീരീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ കംപ്ലീറ്റ് സിലബസ് മനസ്സിലാക്കി തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. താങ്ക് യു.